കരാർ ഒപ്പിടാത്ത 3 സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ആരോഗ്യമന്ത്രി. വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം എംഎൽഎമാരുടെ നിരാഹാര സമരം തുടരുന്നു. അതേസമയം സഭയിൽ ഇന്ത്യൻ സൈനികരെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചു. കൂടുതൽ സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, തുടർച്ചയായ മറ്റൊരു ദിവസമാണ് ഇന്ന് വീണ്ടും അടിയന്തര പ്രമേയമായി സ്വാശ്രയ വിഷയം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നടന്ന വിഷയങ്ങൾ എങ്ങനെയാണ്, പ്രതിഷേധം എങ്ങനെയായിരുന്നു, സഭയിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ? സൗമ്യ, തുടർച്ചയായി 5ാം ദിവസമാണ് പ്രതിപക്ഷം സ്വാശ്രയ വിഷയം സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതും അടിയന്തര പ്രമേയമായി തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് ആ നോട്ടീസിനകത്ത് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് തലവരി പണം സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ പ്രവേശനത്തിന് വൻതോതിൽ ഈടാക്കുന്നു. ഇത് സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യണമെന്നാണ് VT ബൽറാം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് മറുപടിയായി ആരോഗ്യം പറഞ്ഞത്, ഏതെങ്കിലും കോളേജുകൾ തലവരി പണം വാങ്ങുന്നുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. അത്തരത്തിൽ ഏതെങ്കിലും പരാതി വന്നാൽ അത് പരിശോധിച്ച് അത് യഥാർത്ഥമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നടപടിയെടുക്കുമെന്ന ഉറപ്പാണ് സഭയ്ക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരുമായി കരാർ ഒപ്പിടാത്ത 3 കോളേജുകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ KCMCT കോളേജിനെതിരെ ഇന്ന് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും. മറ്റ് 2 കോളേജുകളുടെ പ്രവേശന നടപടികൾ പൂർത്തിയായ ശേഷം, അതായത് നവംബർ മാസം ആണ് പ്രവേശന നടപടികൾ പൂർത്തിയാകുന്നത്. ഈ സമയത്തിൽ തന്നെ കേന്ദ്രീകൃത അലോട്ട്മെൻറ്റിൽ നിന്നാണ് പ്രവേശന നടപടികൾ നടത്തിയിട്ടുള്ളത് എന്നുള്ള സംബന്ധിച്ച് പരിശോധന നടത്തും. ഇത് അല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ നടപടി സ്വീകരിച്ചുകൊണ്ടായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക എന്നാണ് സഭയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മന്ത്രിയുടെ പ്രഖ്യാപനത്തിലൊന്നും തന്നെ പ്രതിപക്ഷം തൃപ്തരായിട്ടില്ല. VT ബൽറാം പറയുന്നത്, തലവരി പണം വാങ്ങുന്ന സംബന്ധിച്ച് നിരവധി തവണ പരാതി വന്നിരുന്നു. സർക്കാർ വേണ്ടത്ര നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ തലവരി പണം വീണ്ടും വാങ്ങില്ലായിരുന്നു. ഇന്നലെ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്നലെ വയനാട്ടിലെ ഒരു കോളേജിൽ 31 ലക്ഷം രൂപ തലവരി പണം വാങ്ങി എന്ന ഒരു ആരോപണമാണ് VT ബൽറാം ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച വാർത്ത ചാനലിലൂടെ പുറത്തു വന്നു, പത്രങ്ങളിലൂടെ പുറത്തു വന്നു. എന്നിട്ടും ഇതൊന്നും കണ്ടില്ല എന്നാണ് സർക്കാർ നടിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് വെറും തോന്നലായി എന്നുള്ള ഒരു പരാമർശം കൂടെ VT ബൽറാം നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഭരണപക്ഷ അംഗങ്ങൾ ബഹളവുമായി രംഗത്തെത്തി. ഇത് ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വീണ്ടും ബഹളം വരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും VT ബൽറാം ഈ വിഷയത്തിൽ സംസാരം തുടരുകയാണ്. സംസ്ഥാന സർക്കാർ മാനേജ്മെൻറ്റുകൾക്ക് ഒത്താശ ചെയ്യുന്നു, അവർ കോഴ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ഒരുക്കി കൊടുക്കുന്നു, മുഖ്യമന്ത്രി എന്തോ ഭാവിച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് VT ബൽറാം ഇപ്പോൾ സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോഴും സഭയിലും VT ബൽറാം സംസാരിക്കുമ്പോഴും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുകയാണ്. നിരാഹാര സമരം തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായും ഇന്നും സഭാ നടപടികളോട് സഹകരിക്കേണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ആലോചിച്ച് തീരുമാനിച്ചെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിക്കുമ്പോഴും നടക്കുന്നത്. ഇപ്പോഴും VT ബൽറാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴും ഭരണപക്ഷ അംഗങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളും സഭയിൽ ബഹളം വയ്ക്കുന്നു. കാരണം മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തിയ ഒരു സാഹചര്യത്തിലാണ് ഭരണപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുന്നത്. പക്ഷേ VT ബൽറാം ഇത്തരത്തിൽ സംസാരിക്കുന്നത് പലതവണ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് ഭരണപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സുനിൽ, ഇപ്പോൾ തുടർച്ചയായ 5ാം ദിവസമാണ് അടിയന്തര പ്രമേയമായി പോലും ഈ വിഷയം പരിഗണിക്കാനായി നൽകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കർ വ്യക്തമാക്കിയ കാര്യം അതാണ്. ഈ നിരാഹാരത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തിരുവഞ്ചൂർ അടിയന്തര പ്രമേയത്തിന് ഇതുപോലെ അവതരണാനുമതി തേടിയപ്പോൾ അതിന് സംസാരിക്കാൻ സമയം നൽകാമെന്ന് സ്പീക്കർ പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാതെ വീണ്ടും തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വീണ്ടും കൂടുതൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് തന്നെ പ്രതിഷേധം കൊണ്ടുപോവുക എന്നൊരു നിലപാടാണോ ഇന്നും സഭയിൽ സ്വീകരിക്കുന്നത്? തീർച്ചയായും സൗമ്യ, ഇത് AK ബാലൻ പോയിന്റ് ഓഫ് ഓർഡറായി തന്നെ ഉന്നയിച്ചിരുന്നു. കാരണം ഒരേ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്നത് ഇത് 5ാമത്തെ തവണയാണ്. ഇന്നലെ 4ാം തവണ ഉന്നയിച്ചപ്പോൾ തന്നെ സ്പീക്കർ ഇക്കാര്യത്തിൽ റൂളിംഗ് നൽകിയിരുന്നു. പക്ഷേ അത് ഒന്നും മുഖവിലേക്ക് എടുക്കാതെ തന്നെയാണ് പ്രതിപക്ഷം ഇന്നും അതേ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആ നോട്ടീസിൽ ഒരു കാര്യം മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടുത്താത്തതിൽ നിന്ന് ഒരു പോയിന്റ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ തലവരി പണം വാങ്ങുന്നത് സംബന്ധിച്ചുള്ള സ്ഥിതിവിശേഷം ചർച്ച ചെയ്യണമെന്നാണ് ഇന്നത്തെ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രമേയം നോട്ടീസ് അവതരിപ്പിക്കാനുള്ള അനുമതി നൽകിയത് എന്നാണ് സ്പീക്കർ ഈ പോയിന്റ് ഓഫ് ഓർഡർ AK ബാലൻ ഉന്നയിച്ചപ്പോൾ സ്പീക്കർ മറുപടി പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ റൂളിംഗ് നൽകിയിട്ടും
സഭയിൽ ഇത്തരത്തിൽ വീണ്ടും അടിയന്തര പ്രമേയം ഒരേ വിഷയത്തിൽ കൊണ്ടുവരുന്നത് ശരിയായ നിലപാടല്ല എന്ന് സ്പീക്കർ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും പ്രതിപക്ഷം മുഖവിലേക്ക് എടുത്തിട്ടില്ല. അവർ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെ വീണ്ടും സ്വാശ്രയ വിഷയം തന്നെയാണ് സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും മന്ത്രി ഇതിന് മറുപടി പറയാണ്. ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങിയത് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് നൽകുക, അങ്ങനെയാണെങ്കിൽ നടപടിയെടുക്കാം എന്നാണ് ആരോഗ്യമന്ത്രി കെ ശൈലജ ഇപ്പോൾ പറയുന്നത്. ആ പരാതി, അതായത് ഏതെങ്കിലും കോളേജുകൾ ഇത്തരത്തിൽ തലവരി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു തെളിവ് ബൽറാമിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ തെളിവ് സഹിതം തന്നു കഴിഞ്ഞാൽ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കാം. ആ തെളിവ് സഹിതം അത് സർക്കാരിന് നൽകുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ആക്ഷേപം ഉന്നയിക്കുകയല്ല ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി സംസാരിക്കുന്നത്. മന്ത്രി വീണ്ടും സംസാരം തുടരുകയാണ്. സൗമ്യ. സുനിൽ അരുമനൂരാണ് വിവരങ്ങൾ നൽകിയത്. സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. തുടർച്ചയായ 5-ാം ദിവസവും സ്വാശ്രയ വിഷയം തന്നെ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് തലവരി പണം വാങ്ങുന്നുവെന്ന വിഷയത്തിൽ കൃത്യമായ പരാതി നൽകിയാൽ അതിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ ശൈലജ അറിയിക്കുകയും ചെയ്തു.